ഇടപെടട്ടെ ശ്രീ കെ പി അനിൽകുമാർ, താങ്കൾ പറയുന്നത് ബിജു രമേശിന്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് താങ്കൾ പറയുന്നില്ല. മറിച്ച് താങ്കളുടെ ആക്ഷേപം ഈ ആരോപണം ഉന്നയിച്ച രീതിയിൽ താങ്കൾക്ക് സംശയമുണ്ട്. അതുവരെ ഞാൻ ഓക്കെ. പിന്നീട് അങ്ങോട്ട് താങ്കൾ പറയുന്ന കാര്യങ്ങൾ, ഈ ആരോപണം ഉന്നയിക്കേണ്ടുന്ന രീതി എങ്ങനെയാണ് അല്ലയോ എന്നുള്ള കാര്യം പോട്ടെ, അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും എൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് പറയുകയും അതൊരു അന്വേഷണ ഏജൻസിക്ക് ഞാൻ കൈമാറാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അന്വേഷണം അനിവാര്യമല്ലേ? ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരണ്ടേ? ഇങ്ങനെ ബിജു രമേശ്, ഇനി ഇതൊന്നുമില്ലാതെയാണ് ബിജു രമേശ് ഇത് പറഞ്ഞതെങ്കിൽ ഇതാരാണ് ബിജു രമേശിനെ കൊണ്ട് പറയിച്ചതെന്നും അവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും അവർക്ക് എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നതെന്നും അന്വേഷിക്കേണ്ടതല്ലേ? അത്തരം അന്വേഷണങ്ങൾക്ക് എന്തിന് സർക്കാർ മടിക്കണം? അല്ല, ഞാനിത് ഗോപികൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ. താങ്കൾ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് എൻ്റെ ഉത്തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ഇതിനകത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഈ പറയുന്ന വിഷയം ബിജു രമേശ് ഉന്നയിച്ചത്, ഒന്നുകിൽ ബിജു രമേശ് പറയണം ഞാനാണ് പണം കൊടുത്തത് എന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ഇല്ല. ഞാൻ കൊടുത്തയച്ച പണമാണ് എന്ന് പറയാൻ സാധിക്കുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞയച്ച ആളാണ് പോയി കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഒരു തേർഡ് പേഴ്സണാണ് ചെയ്തിരിക്കുന്നത്. ഈ തേർഡ് പേഴ്സൺ ഇത് ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പത്രക്കാരെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പണം പിരിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ബിജു രമേശ് പറയുന്നു അസോസിയേഷൻ കൊടുത്തു എന്ന്, അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന്. ഏതാ വിശ്വസിക്കേണ്ടത്? ഏതിൻ്റെ പുറകെ അന്വേഷണം നടത്തേണ്ടത്? നീ ഗോപീഷൻ പറ. ഇതിനകത്ത് അതുകൊണ്ടാണ് ആര് പറയുന്നതാണ് സത്യം എന്ന് ഒരു പ്രാഥമിക നിഗമനത്തിലെങ്കിലും എത്താൻ സാധിക്കണമെങ്കിൽ ഇന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയുവാൻ ബിജു രമേശിന് സാധിക്കണം. അങ്ങനെ പറയാൻ പറ്റാത്തടത്തോളം കാലം ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. ശരി, ഞാൻ താങ്കളേക്ക് തിരിച്ചു. ശ്രീ തോമസ് ഉണ്ണിയാടൻ, ഇവിടെ കെ എം മാണിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇത് വ്യാജമാണെന്നും തെളിയിക്കേണ്ട ബാധ്യത ഒന്നാമതായി നിങ്ങളുടെ പാർട്ടിക്കുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. 2, ഇനി അഥവാ ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെ ഇത്തരമൊരു തെറ്റായ ആരോപണം ഉന്നയിക്കാനുണ്ടായ പ്രേരണ എന്താണ് എന്നതും പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വ്യക്തമാകേണ്ടതും നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് ഇതിനൊന്നും അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് അപ്പാടെ വിഴുങ്ങുന്നത്? നിങ്ങൾ പറയണം ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കണമെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനില്ലാത്തത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയില്ലാതെ കെ എം മാണി സാറിൻ്റെയോ ക്രെഡിബിലിറ്റിയെ ഒന്നും ഒരു തരത്തിലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. കാരണം ഇത് വളരെ നന്നായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ആരോപണ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത്. ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു ആക്ഷേപം ഒരാൾ ഉന്നയിക്കുക, ഒരു തരത്തിലും തെളിവിൻ്റെയും പിൻബലമില്ലാതെ, ഒരു രേഖയുടെയും പിൻബലമില്ലാതെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് അദ്ദേഹം അങ്ങ് നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ആളുകൾക്കോ മനസ്സിലാക്കുന്ന ആളുകൾക്കോ എന്തോ ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അതേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ തോമസ് ഉണ്ണിയാടൻ, സമയം അതിക്രമിച്ചു, ഞാൻ എന്നാലും ഇടപെടട്ടെ. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ആ നിലപാടെടുക്കാമായിരുന്നല്ലോ. എന്തിനാണ് ശ്രീ കെ എം മാണി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ഏത് അന്വേഷണത്തെയും നേരിടാം എന്ന്? എന്തിനാണ് പറഞ്ഞത്? ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട്, അന്വേഷിക്കണം എന്ന് എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് പാർട്ടി ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞത്? എന്തിനാണ് ഒരു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പി സി ജോർജ് പറഞ്ഞത് ഇത് പാർട്ടി ആവശ്യപ്പെട്ടതാണെന്ന്? ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഇതുകൊണ്ടൊന്നും ടൈൻറ്റഡ് ആകാൻ പോകുന്ന വ്യക്തിയല്ല ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇതില് ശ്രീ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ ആരെയോ പ്രേരണ ചെലുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാറിന്റെ ലൈസൻസ് കിട്ടാതെ വന്നു, ബാർ അടയ്ക്കേണ്ടി വന്നു, മോഹഭംഗം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തെ പോലുള്ള മറ്റുള്ള ആളുകൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ആലോചന ഈ കാര്യത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആക്ഷേപം, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ എന്താണ് പറയാനിടയായിട്ടുള്ള സാഹചര്യം അതേ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വളരെയധികം ശ്രീ തോമസ് ഉണ്ണിയാടൻ, ശ്രീ കെ പി അനിൽകുമാർ, ശ്രീ എം വി ജയരാജൻ, അഡ്വക്കേറ്റ് ഉദയഭാനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ അന്വേഷണം ഏതുവരെ എത്തും എന്ന് കാത്തിരിക്കാം. വളരെയധികം നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടി.
ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച ക്യാമറാമാനുള്ള 14ാമത് ഗിരീഷ് ഓമല്ലൂർ പുരസ്കാര നിർണയ സമിതിയുടെ പ്രത്യേക പരാമർശത്തിന് മീഡിയ വൺ ക്യാമറാമാൻ സനോജ് കുമാർ ബേപ്പൂർ അർഹനായി. ന്യൂസ് വൺ മോർണിംഗിന്റെ നോട്ടം സെഗ്മെന്റിന് വേണ്ടി സനോജിന്റെ ക്യാമറ പകർത്തിയ ആ ദൃശ്യങ്ങളോടെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ സമാപിക്കുന്നത്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.